നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി തെരഞ്ഞെടുപ്പ് കാലമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP നടത്തിയ അപ്രതീക്ഷിത മുന്നേറ്റം സിറ്റിംഗ് സീറ്റുകളിൽ ഉയർത്തുന്ന കനത്ത വെല്ലുവിളി നേരിടാൻ വമ്പൻ നീക്കവുമായിട്ടാണ് CPM ഇനി കളത്തിലിറങ്ങുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ചരിത്രപരമായ മൂന്നാം ഊഴം ലക്ഷ്യമിട്ട് CPM തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക്. ഹാട്രിക് വിജയം ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുന്നണിയെ നയിക്കും. അദ്ദേഹം തന്റെ മണ്ഡലമായ ധർമ്മടത്ത് നിന്ന് വീണ്ടും ജനവിധി തേടുമെന്നാണ് വിവരം. എന്നാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇത്തവണ മത്സര രംഗത്തുണ്ടാകില്ലെന്നാണ് സൂചന. സംഘടനാ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഗോവിന്ദൻ വിട്ടുനിൽക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിനെ മത്സരിപ്പിക്കാനാണ് പാർട്ടി ആലോചിക്കുന്നത്. അരുൺകുമാർ മത്സരിക്കുമെന്നാണ് CPM വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കായംകുളത്തും മലമ്പുഴയിലും BJP വൻ നേട്ടമുണ്ടാക്കിയിരുന്നു. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ ഈ രണ്ട് സിറ്റിംഗ് സീറ്റുകളിലും ഇത്തവണ വിജയമുറപ്പിക്കുക എന്നത് CPMനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. ഈ പ്രതിസന്ധി മറികടക്കാനും BJP ഉയർത്തുന്ന ഭീഷണി നേരിടാനും VSന്റെ പൊതുസമ്മതിയും VS ഇഫക്റ്റും വോട്ടാക്കി മാറ്റാനാണ് നേതൃത്വം ഇനി ലക്ഷ്യമിടുന്നത്. ഇതിനൊപ്പം ആലപ്പുഴയിൽ G സുധാകരനും എതിർപ്പിലാണ്. ഇത് മറികടക്കാൻ കൂടി വേണ്ടിയാണ് ഈ നീക്കം. ഹാട്രിക് വിജയത്തിന് VS ഫാക്ടർ അനിവാര്യമാണെന്ന് CPM തിരിച്ചറിയുന്നുണ്ട്. ആലപ്പുഴയിലെ കായംകുളം മണ്ഡലത്തിനാണ് അരുൺകുമാറിനായി പ്രഥമ പരിഗണന നൽകുന്നത്. നിലവിലെ MLA U പ്രതിഭ 2 തവണ വിജയിച്ച സാഹചര്യത്തിൽ ഇത്തവണ അവർക്ക് ഇളവ് ലഭിച്ചില്ലെങ്കിൽ പകരക്കാരനായി അരുൺകുമാറിനെ പരിഗണിക്കാനാണ് സാധ്യത. കായംകുളത്ത് BJPക്കായി ശോഭ സുരേന്ദ്രൻ മത്സരിക്കുമെന്നാണ് സൂചന. ഈ സാഹചര്യത്തിലാണ് നീക്കം. VS ദീർഘകാലം പ്രതിനിധീകരിച്ച പാലക്കാട്ടെ മലമ്പുഴ മണ്ഡലവും പരിഗണനയിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ക്ഷീണം മാറ്റാനും മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാനും ജനപക്ഷ പ്രതിച്ഛായയുള്ള ഇത്തരം സ്ഥാനാർത്ഥി നിർണയങ്ങൾ അനിവാര്യമാണെന്നാണ് പാർട്ടി വിലയിരുത്തൽ. മലമ്പുഴയിൽ തദ്ദേശത്തിൽ BJP ഏറെ നേട്ടമുണ്ടാക്കി. കൃഷ്ണകുമാർ മലമ്പുഴയിൽ മത്സരിക്കുമെന്നാണ് BJP നൽകുന്ന സൂചന. ഇതുകൂടി പരിഗണിച്ചാണ് നീക്കം. നിയമസഭയിൽ CPMന്റെ കുത്തക സീറ്റാണ് മലമ്പുഴ. IHRD അസിസ്റ്റന്റ് ഡയറക്ടറായ അരുൺകുമാറിന് മത്സരിക്കണമെങ്കിൽ ഔദ്യോഗിക പദവി രാജിവെക്കേണ്ടതുണ്ട്. കൂടാതെ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്നും പാർട്ടി നിർദ്ദേശിക്കുന്നു. പാർട്ടി അംഗമല്ലെങ്കിലും സ്ഥാനാർത്ഥിയാകുന്നതിന് തടസ്സമില്ല. വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും ഔദ്യോഗികമായി ആരും തന്നെ സമീപിച്ചിട്ടില്ലെന്നാണ് അരുൺകുമാറിന്റെ പ്രതികരണം. അനൌദ്യോഗിക ചർച്ചകൾ സജീവമാണെങ്കിലും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ഔദ്യോഗിക നടപടികളിലേക്ക് പാർട്ടി കടന്നിട്ടില്ല. അരുൺകുമാർ മുൻപ് പാർട്ടി അംഗമായിരുന്നു. അന്ന് VSനെ വേദനിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഇടപെടലിൽ അരുൺകുമാറിന്റെ പ്രവർത്തന മണ്ഡലം ആലപ്പുഴയിൽ നിന്നും മാറ്റി. അന്നത് വലിയ വിവാദമായിരുന്നു. ഏത് വിധേനയും അധികാരം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നത്. കഴിഞ്ഞ തവണ കർശനമായി നടപ്പിലാക്കിയ 2 ടേം വ്യവസ്ഥയിൽ ഇത്തവണ ഇളവുണ്ടാകും. വിജയസാധ്യത മാത്രമാകും ഏക മാനദണ്ഡം. 2 ടേം പൂർത്തിയാക്കിയ മുതിർന്ന നേതാക്കളെയും സിറ്റിംഗ് MLAമാരെയും വീണ്ടും മത്സരിപ്പിക്കാൻ പാർട്ടി ആലോചിക്കുന്നു. മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയെ പോലുള്ള ജനകീയ മുഖങ്ങളെ വീണ്ടും നിയമസഭയിൽ എത്തിക്കാൻ ഗൗരവകരമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. സംസ്ഥാനത്തുടനീളം മുഖ്യമന്ത്രി നേരിട്ട് പ്രചാരണം നയിക്കും. ക്ഷേമ പദ്ധതികളും വികസന നേട്ടങ്ങളും ഉയർത്തിക്കാട്ടി ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാമെന്നാണ് കണക്കുകൂട്ടൽ. തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ പിണറായി വിജയൻ തന്നെയാകും മുഖ്യമന്ത്രി. എന്നാൽ മുന്നണി പ്രതിപക്ഷത്താണ് വരുന്നതെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ സാധ്യതയില്ല. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ പാർട്ടിയിൽ നിന്നും പുതിയൊരു മുഖത്തെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരും. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ BJP നടത്തിയ മുന്നേറ്റവും ഇടതുമുന്നണിക്കുണ്ടായ വോട്ട് ചോർച്ചയും പാർട്ടി ഗൗരവത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ മണ്ഡലത്തിലും ഏറ്റവും മികച്ചതും ജനപ്രീതിയുള്ളതുമായ സ്ഥാനാർത്ഥികളെ നിർത്താനാണ് പിണറായിയുടെയും പാർട്ടിയുടെയും തീരുമാനം. മുതിർന്ന നേതാക്കളും പുതുമുഖങ്ങളും ചേർന്നൊരു ശക്തമായ നിരയാകും LDF ഇത്തവണ രംഗത്തിറക്കുക. വിജയസാധ്യതയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയേക്കും. 2 ടേം പൂർത്തിയാക്കിയ മുതിർന്ന നേതാക്കൾക്കും ജനപ്രിയരായ MLAമാർക്കും വീണ്ടും മത്സരിക്കാൻ ഇളവ് നൽകാനാണ് സാധ്യത.
പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഇത്തവണ മത്സര രംഗത്ത് ഉണ്ടാകില്ലെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും പാർട്ടി സംവിധാനവും ഏകോപിപ്പിക്കാൻ അദ്ദേഹം പൂർണ്ണമായി സംഘടനാ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കും. താഴെ തട്ടിലുള്ള വോട്ട് ചോർച്ച തടയാൻ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP മികച്ച പ്രകടനം കാഴ്ചവെച്ച മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകാനാണ് തീരുമാനം. BJPയിലേക്ക് വോട്ട് പോകുന്നത് തടയാൻ ന്യൂനപക്ഷ ഭൂരിപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉറപ്പാക്കുന്ന തരത്തിലുള്ള തന്ത്രങ്ങളാകും ആവിഷ്കരിക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകുമെന്ന് ഉറപ്പിച്ചതോടെ രാഷ്ട്രീയമായി അനുകൂലമാക്കാനുള്ള തന്ത്രങ്ങളിലാണ് LDFും UDFും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല ചർച്ചയാവാതിരിക്കാനുള്ള കരുതലായിരുന്നു LDF നടത്തിയത്. എന്നാൽ UDF ഇടതുപക്ഷത്തെയും സർക്കാരിനെയും കടന്നാക്രമിക്കാനുള്ള വിഷയമാക്കി. ശബരിമലയാണ് തോൽവിക്ക് പ്രധാന കാരണമെന്നും CPM പരസ്യമായി സമ്മതിക്കുന്നില്ലെങ്കിലും അതാണെന്ന് പാർട്ടിയും സർക്കാരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതോടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല UDFനെതിരായി തിരിച്ചുവിടാനുള്ള രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്തെത്തിയത്. സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം 15-നകം പൂർത്തിയാക്കണമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ ഈ സമയത്തിനുള്ളിൽ പൂർത്തിയാകാനുള്ള സാധ്യത കുറവാണ്. ഇടതുപക്ഷ ഭരണം കേസിൽ പ്രതിയായവർ CPM നേതാക്കൾ ചോദ്യം ചെയ്തിരിക്കുന്നത് മുൻ ദേവസ്വം മന്ത്രിയെ. ഇതെല്ലാം LDFനെ തിരിച്ചുകുത്തുന്ന ഘടകങ്ങളാണ്. ഇതിന്റെ ആഘാതം കുറയ്ക്കാനാണ് കേസിൽ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും സോണിയാഗാന്ധിയെ കണ്ടതിനെ സംശയത്തിൽ നിർത്തി മുഖ്യമന്ത്രി UDFനെതിരെയുള്ള പ്രചാരണ നീക്കത്തിന് തുടക്കമിട്ടത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് നേരത്തെ CPM ഉന്നയിക്കുകയും ചെയ്തതാണ്. പോറ്റി സോണിയയെ കണ്ടത് അക്കാലത്താണ് എന്നതാണ് മുഖ്യമന്ത്രി നീട്ടിയെറിഞ്ഞ വാദത്തിന്റെ ഊന്നൽ. UDF കൺവീനറായ അടൂർ പ്രകാശിന്റെയും ആന്റണി MPയുടെയും സാന്നിധ്യവും സംശയത്തിൽ നിർത്താൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു. ഇരുവരും നൽകിയ വിശദീകരണത്തിൽ വ്യക്തതയില്ലാത്തത് UDF വാദത്തെ പരിങ്ങലിലാക്കുന്നുണ്ട്. UDFും അത്ര ശുദ്ധമല്ലെന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് LDF. CPM നേതാക്കൾ പ്രതികളായി അകത്ത് കിടക്കുന്നിടത്തോളം LDFന്റെ പ്രചാരണം ജനങ്ങൾ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നതാണ് UDFന്റെ കണക്കുകൂട്ടൽ. പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് വിവരങ്ങൾ ചോർത്താൻ ചാരന്മാരെ നിയോഗിച്ചെന്ന രീതിയിൽ സർക്കാരിനെ സംശയത്തിൽ നിർത്തുന്ന ആരോപണവും ഘടിപ്പിച്ചു. CPM നേതാക്കളടക്കം പങ്കാളിയായി സ്വർണം കടത്തിയതിനേക്കാൾ വലിയ കുറ്റമായി സോണിയയ്ക്കൊപ്പമുള്ള ഫോട്ടോ മുഖ്യമന്ത്രി ഉയർത്തിക്കാണിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണെന്നാണ് അവരുടെ വാദം. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തി ചർച്ച നടത്തിയില്ലേ എന്നാണ് UDFന്റെ മറുചോദ്യം. ഏതായാലും പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഇത്തവണ CPMന് മുൻപിലുണ്ട്. അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് തന്നെ ഗോതയിലേക്ക് ഇറങ്ങാനാണ് CPM ഇപ്പോഴേ പലതരത്തിലുള്ള ചരടുവലികളും നീക്കങ്ങളും നടത്തി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്.